ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഫോം ഷീറ്റ് ഉപയോഗിച്ച് ഇതുപോലത്തെ ഒരു ബോക്സ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ ബോക്സ് ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. അമ്മമാർക്കും ഉപ്പമാർക്കൊക്കെ ഇത് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് ഈ ഒരു ബോക്സിലാണ്. ഇപ്പോൾ കുറേ പേര് മെസ്സേജ് അയച്ചിരുന്നത് എങ്ങനെ ചെയ്യുക, അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ചെയ്യൂ. അപ്പം നമുക്കിത് എളുപ്പത്തിൽ എങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ബോക്സ് ചെയ്യാൻ മെയിനായിട്ട് ആവശ്യമുള്ളൊരു സാധനമാണ് ഫോം ഷീറ്റ്. ഇത് പല തിക്നെസ്സിലും അവൈലബിൾ ആണ്. 5mm, 2mm, 3mm, 4mm. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് 5mm ഫോം ഷീറ്റാണ്. റേറ്റ് വന്നിട്ട് 250 ഇത് ദൂരെ നിന്ന് കാണിച്ചാൽ ഇത്ര ഒരു ലെങ്ത്തിലാട്ടോ ഉണ്ടാവുക. ഞാൻ ലെങ്ത്തുള്ളത് നോക്കി വാങ്ങിയതാണ് കേട്ടോ. A3 സൈസിൽ അവൈലബിൾ ആണ്. അതിന് 90 രൂപ അങ്ങനെ എന്തോ ആണ്. അപ്പം ഇനി ചെയ്യേണ്ടത് നമ്മൾ ബോക്സ് എത്ര വലിപ്പം എത്ര ലെങ്ത്ത് വേണമെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ വെച്ച് നോക്കുക. വെച്ച് നോക്കിയിട്ട് അതിനനുസരിച്ച് മുറിച്ച് ആക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇത് ഒരു ഈദ് ഗിഫ്റ്റ് ആയതുകൊണ്ടാണ് ഒരു മാക്സിയും പിന്നെ ബദാമും പിന്നെ നമ്മളെ ഗൾഫിൽ നിന്ന് കിട്ടുന്ന പശുമുട്ടായി പിന്നെ കുറച്ച് മുട്ടായികളുമാണ് ഞാൻ അതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ഇനി ഒരു സ്കെയിലും പെൻസിലും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ മാർക്ക് ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ രീതിയിലും ചെയ്യാം. എനിക്ക് എളുപ്പമായി തോന്നിയത് ഇങ്ങനെ കേട്ടോ. അപ്പം ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ലെങ്ത്ത് 42 സെൻറ്റിമീറ്ററും വിഡ്ത്ത് 7.5 സെൻറ്റിമീറ്റർ എന്ന രീതിയിൽ 2 പീസും, ലെങ്ത്ത് 27 സെൻറ്റിമീറ്ററും വിഡ്ത്ത് 7.5 സെൻറ്റിമീറ്റർ എന്ന രീതിയിൽ 2 പീസും എടുക്കുക. മെയിനായിട്ടുള്ള വലിയ ബോക്സ് ലെങ്ത്ത് 41ഉം വിഡ്ത്ത് 17 സെൻറ്റിമീറ്റർ എന്ന രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു ഫ്ലസ് കേക്കാണ് ഞാൻ ബോക്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് ഒട്ടും ചെയ്യും, പോരാത്തതിന് കട്ട പിടിക്കൂല, അങ്ങനെ പെട്ടെന്ന് കട്ട പിടിക്കൂല. എളുപ്പമായിട്ട് നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ ഒരു സെപ്പറേറ്റ് ഒരു സാധനം കൂടി ഉണ്ടായിരുന്നത്. നല്ല എളുപ്പമാണ്, നമ്മൾ കയ്യിലൊന്നും ആവില്ല, കട്ട പിടിക്കില്ല. ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കത് എടുത്ത് വെക്കും ചെയ്യാം. ഇനി ഫോം ബോർഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ ഇതുപോലെ ഫ്ലസ് കേക്ക് ആക്കി കൊടുക്കുക. കയ്യിലാവാതെ ശ്രദ്ധിക്കണം, കയ്യിലായാൽ പൊള്ളി പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇതുപോലെ പതുക്കെ വെക്കണം, തിരക്ക് കൂട്ടരുത്. എന്നിട്ട് ഒട്ടിച്ചതിന് ശേഷം ഒന്നും കൂടെ ഫ്ലസ് കേക്ക് ഒന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അടുത്ത ഭാഗം സ്റ്റിക്ക് ചെയ്യാം. ഇതുപോലെ ഫ്ലസ് കേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് രണ്ടറ്റത്തും ഇങ്ങനെ ഫ്ലസ് കേക്ക് ആക്കി കൊടുക്കുക. ഇനി ചെയ്യേണ്ടത് ഇതുപോലെ കുറച്ച് ഭാഗം പുറത്തോട്ടേക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇതുപോലെ ഒരു നൈഫ് എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇനി അടുത്ത ഭാഗം ഇങ്ങനെ ഫ്ലസ് കേക്ക് ആക്കി കൊടുക്കുക. മെല്ലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കാൻ ഞാൻ കുറച്ച് സ്പീഡാക്കുന്നുണ്ട്. ഇതുപോലെ 4 അറ്റവും ഒട്ടിക്കുക. ഓവറുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. ഇനി ലാസ്റ്റത്തെ അവസാനത്തെ ഭാഗം ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ വെച്ചെടുത്തിട്ട് 2 ഭാഗത്തും ഫ്ലസ് കേക്ക് ആക്കി കൊടുക്കുക. കുറച്ചുകൂടി ഉറപ്പിന് വേണ്ടി ഒന്നുകൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ക്ലോസ് ആക്കാനുള്ള ഭാഗം നമുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഫോം ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തെടുത്ത ആ ഒരു ലെങ്ത്തിലും കുറച്ചും കൂടി അധികമായിട്ട് കട്ട് ചെയ്തെടുക്കണം. ലെങ്ത്ത് 43ഉം വിഡ്ത്ത് 26 സെൻറ്റിമീറ്ററാണ്. ഇനി ഇത് നമുക്ക് എങ്ങനെ ഇവിടെ സ്റ്റിക്ക് ചെയ്തെടുക്കാമെന്ന് നോക്കാം.
ഇതുപോലെ നമ്മൾ ബോക്സ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഗ്യാപ്പ് ഇടണം. അത് ക്ലോസ് ചെയ്യുമ്പം കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ വെച്ചിട്ട് കുറച്ച് ലെങ്ത്ത് കൂടിയ സെല്ലോ ടാപ്പ് എടുത്തിട്ടാണ് ഞാനിവിടെ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇത് എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും ഫാൻസി ഷോപ്പിലും അവൈലബിൾ ആണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ഡബിൾ സൈഡ് ടാപ്പോ അങ്ങനത്തെ എന്തെങ്കിലും ഉപയോഗിക്കാം. ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഇതൊന്ന് ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഫ്ലസ് കേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ പുറം വശം കൂടെ ഒന്ന് ഫ്ലസ് കേക്ക് ആക്കി കൊടുക്കുക. ഇതൊക്കെ ഒരു ഓപ്ഷണലാണ്, ജസ്റ്റ് അവിടുന്ന് പോരാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഡ്രൈ ആയതിന് ശേഷം എല്ലാം തുറക്കുക. അങ്ങനെ ബോക്സിൻ്റെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബോക്സിൻ്റെ മുകളിൽ ഈദ് ഗിഫ്റ്റ് ആയതുകൊണ്ട് ഇതുപോലത്തെ പാറ്റേൺ ഷീറ്റ് ഒട്ടിച്ച് കൊടുക്കുക. പിൻട്രസ്റ്റ് എന്നുള്ള ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തതാണ്. ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഒട്ടിക്കുന്നത്. നന്നായി ഒട്ടാൻ വേണ്ടിയിട്ട് 4 ഭാഗത്തും ഇതുപോലെ പശാക്കിയിട്ട് ഒട്ടിക്കുക. ഇനി കുറച്ചുകൂടി ഭംഗിക്ക് വേണ്ടി ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമുക്കെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാം. ഇതുപോലെ ഒരു ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തെർമാക്കോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോന്നായി ഇങ്ങനെ വെച്ച് കൊടുക്കുക. ബദാം ഞാൻ 100 ഗ്രാമാണ് വാങ്ങിയിട്ടുള്ളത്. 100 ഗ്രാമിന് 130 അങ്ങനെ എന്തോ ആണ് റേറ്റ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മളെ ഗൾഫ് മുട്ടായി അതുപോലെ പശുമുട്ടായി വെച്ചാണ്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് മിക്സ് ആക്കിയിട്ട് വെച്ചാണ്. അങ്ങനെ ബോക്സ് ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഈ ബോക്സ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണോട് എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ്.